പിന്നെ കുട്ടിയുടെ ജോലി നഷ്ടപ്പെട്ടു, അതുപോലെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്നത് കണ്ടു. ഇനിയും നാളെ ഇതൊന്നും സത്യം. ലോൺ എടുത്ത് സ്റ്റുഡന്റ് വിസയിൽ വന്നത് ആ കുട്ടി കോഴ്സ് നിർത്തി കെയർ വിസ എടുത്ത് 2 വർഷം കൊണ്ട് ഇത്രയും സെറ്റപ്പായി, ഹൗ ഇറ്റ് പോസിബിൾ? പിന്നെ ആ കുട്ടിയുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. നോ മോർ സെന്റിമെന്റ്സ്. എൻ്റെ ചാനൽ നിന്ന് ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ടു, എൻ്റെ ചാനൽ സ്ട്രൈക്ക് ചെയ്ത് എൻ്റെ ചാനലിനെ പൂട്ടിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു ബ്രോ, ഇറ്റലിയിൽ ഇപ്പൊ നല്ല രീതിയിൽ സ്കാമുകൾ നടക്കുന്നുണ്ട്. UK കഴിഞ്ഞാൽ ഇനി അടുത്ത സ്കാമിൽ പെടാൻ പോകുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് ഇറ്റലി ആയിരിക്കും. ഇവിടെ 2.5 ലക്ഷത്തിന്റെ വിസ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നാട്ടില് നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്തൊന്നും പൈസകൾ മേടിക്കലും കാര്യങ്ങളും. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. UK വിസ തട്ടിപ്പ്, അതോടൊപ്പം തന്നെ UAE-യിലുള്ള ഒരു സംഭവം, കുറച്ച് വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഈ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ സംഭവങ്ങൾ, ഈ ശത്രുക്കൾ ഉണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നൈസായിട്ടൊരു പരിപാടി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പുറകെ കാണിക്കാം. അതായത് ചാനൽ പൊട്ടിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ള കാര്യം ഞാൻ വഴി അതിൻ്റെ തെളിവടക്കം കാണിച്ചിട്ടാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ നീരജ അമ്മൂസുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള UK വിസ തട്ടിപ്പ്, അതുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒപ്പീനിയൻ പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ സംസാരിക്കാത്തത്, ഇതുവരെ ആരും ചിന്തിക്കാത്തതായിട്ട് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന വളരെ വലിയൊരു സ്കാം നടക്കുന്നു. ഇതും പുതിയ ആൾക്കാർ ചെന്ന് കയറി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇനി ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ദയവായി അവരുടെ നിൽക്കുന്നവർക്കോ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവർക്കോ ഒന്ന് ഇരുന്ന് പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കൂ. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം നിങ്ങളും നല്ല അടപടല നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ചെറിയ സ്കാം അല്ല. ഇത് ഒരിടത്തും ഒരാളുടെ പേരിൽ മാത്രം ഒതുങ്ങുന്നല്ല. ഒരു നീരജ അമ്മൂസ് എന്നുള്ളതല്ല ഈ ലോകത്തിലെ അവസാനത്തെ സ്കാമർ എന്നുള്ളത് തുടക്കം വിട്ടതെന്നും. ഇത് വളരെ വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകാം. ആദ്യം നിങ്ങളിത് കാണണം. ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ്. വിസ തട്ടിപ്പിൽ വമ്പൻ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് നീരജ അമ്മൂസിൻ്റെ വിഷയം അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിനാക്ക് എന്ന് പറയുന്ന കമ്പനി, UK എക്സ്ചേഞ്ച്, UK എക്സ്പ്രസ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങളിത് കാണുന്നത് 19 ഓഗസ്റ്റ് 2025 ഈ വീഡിയോ റിമൂവ്ഡായി, അഥവാ എൻ്റെ ചാനലിൽ നിന്ന് ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ടു, എൻ്റെ ചാനൽ സ്ട്രൈക്ക് ചെയ്ത് എൻ്റെ ചാനലിനെ പൂട്ടിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത്. പക്ഷേ എന്താ ചെയ്യുക, ഈ പറയുന്ന വ്യക്തി ചെയ്തേക്കുന്ന വെച്ചാൽ ലിനാക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള സംഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവർ ഈ ഒരു സംഭവം ചെയ്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ അകത്ത് തന്നെ എൻ്റെ ടെക്നിക്കൽ ടീം, നമ്മുടെ ടീം, നമുക്ക് വേറെ ടീം ഉണ്ടല്ലോ, അവരിത് അങ്ങോട്ട് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുടെ വ്യക്തമായ പ്രൂഫുകളുടെ ഒരു ലോഡ് സാധനമായിട്ട് അടുത്ത വീഡിയോസ് ഉടനെ തന്നെ വരും. അപ്പം അങ്ങനെ ചാനലിൻ്റെ പരിപാടി. ഇപ്പം കുറച്ച് ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വിഷയം സംസാരിച്ച സമയത്ത് ചില 1-2 പേര്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ സൈഡിൽ നിന്നും വേറൊരു തരത്തിലേക്കുള്ളൊരു പണി മറ്റത് മറിച്ചതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേയധികം സംഭവങ്ങളുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, റെസ്പോൺസിബിളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കെതിരെ ഈ ഒരു സാധനമൊക്കെ വരുന്നത് ഇത് ഇന്നലെ ഉള്ള സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ചെയ്യാനുള്ളവരൊക്കെ നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ഞാനും കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അത് വേറെ കാര്യം. ഇനി എന്താണ് നീരജ അമ്മൂസിൻ്റെ വിഷയത്തിൽ നീരജ അമ്മൂന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ എൻ്റെ ചാനലിനകത്ത് നീരജ അമ്മൂസ് മാത്രമാണ് ലോകത്തുള്ള കുറ്റക്കാരിയെന്ന്, സ്കാമിൻ്റെ ആളെന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോകുന്നില്ല. കാരണം അതിനകത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് പോലും എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടേണ്ട വിഷയമല്ല ഇത്. അതിൻ്റെ വേരുകളും ഇതിൻ്റെ സ്കാമിൻ്റെ ഡെപ്ത്, ലെങ്ത്ത്, വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരുന്നാലും ഈ ഒരു വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ ഒരു UK-യുടെ അകത്ത് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ലിൻഡു റോണിയുടെ അഭിപ്രായമൊക്കെ ആൾക്കാർ ചോദിച്ചു, എന്തോ മിണ്ടുന്നില്ല എന്നൊക്കെ ഉള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി സംസാരിക്കുന്നു, നമുക്ക് നോക്കാം. UK വിസ തട്ടിപ്പ് നടത്തി എന്ന് പറയപ്പെടുന്ന ഇൻഫ്ലുവൻസറിനെതിരെ എന്താണ് ചേച്ചി ഇത്രയും നാളായിട്ട് വീഡിയോ ചെയ്യാത്തത്, ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. 2 ദിവസം മുമ്പേ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിക്കാമെന്ന്. സത്യാവസ്ഥ എന്തായാലും അല്ലെങ്കിൽ നാളെ പുറത്തു വരും. പിന്നെ ദൈവം തമ്പുരാനും ചെയ്ത ആളുകൾക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പൊ സംഭവിച്ചത് കറക്റ്റായിട്ട് നമുക്ക് അറിയാതെ ഒരാളെയും കുറിച്ച് നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. പിന്നെ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടു, എനിക്ക് ഫീഡ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പറയുന്നുണ്ട്, പിന്നെ കുട്ടിയുടെ ജോലി നഷ്ടപ്പെട്ടു, അതുപോലെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്നത് കണ്ടു. ഇനിയും നാളെ ഇതൊന്നും സത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുട്ടിക്ക് അറിയുള്ളൂ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്. ഞാനും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, ന്യായമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണ് പറയുന്നത്. കട്ടവൻ എന്തായാലും ഒരു ദിവസം
നമ്മുടെ എല്ലാവരുടെയും വെളിച്ചത്ത് വരും. അറിയിക്കപ്പെടാത്ത മുതൽ ആര് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് അവർ അനുഭവിക്കത്തില്ല. ഒന്നെങ്കിൽ അവർ കൊണ്ട് ഹോസ്പിറ്റലിൽ കളയും, അല്ലെങ്കിൽ 100 ഇരട്ടിയായിട്ട് അവർക്ക് വേറെ രീതിയിൽ പോകും. പിന്നെ നമ്മൾ ഏത് കൺട്രിയിലാണോ നിൽക്കുന്നത്, അത് ഇവിടെ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ 4 മാസം മുമ്പെയാണ് ദുബായ് സെറ്റിൽ ആയത്. അപ്പം അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ആരായാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വർക്ക് വിസയിലാണെങ്കിലും സ്റ്റുഡന്റ് വിസയിലാണെങ്കിലും ഡിപെൻഡന്റ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇൻഫ്ലുവൻസർ ആണെങ്കിലും. പിന്നെ നമുക്ക് ആരും ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നമ്മളാരും പെർഫെക്റ്റും അല്ല. അപ്പോൾ ഞാൻ കേട്ട കാര്യം ആ കുട്ടിയുടെ ഒന്നും സത്യമാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയുടെ കാര്യം. അപ്പം ഇനിയും ഇങ്ങനെ മുമ്പോട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ഏത് കൺട്രിയിലാണ് ആ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ഓക്കെ, ഇത് ലിൻഡു റോണി. ഞാൻ ഫോളോ ചെയ്യുന്ന, കുറേ നാളുകൊണ്ട് ഫോളോ ചെയ്യുന്ന, കുറേ കാലം കൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. കാരണം വളരെയധികം എനിക്ക് വളരെ ഇഷ്ടമുള്ള അവരുടെ കുറേയധികം വീഡിയോസ് പണ്ട് മുതലേ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഒരു അവരുടെ വളരെയധികം ഫോളോ ചെയ്യുന്ന അവരുടെ UK ഒരു വീടൊക്കെ പണ്ടൊരു എന്തോ ഒരു പരിപാടിയൊക്കെ നടന്നതൊക്കെ ഓർമ്മയുണ്ട് എനിക്കിപ്പോൾ. സോ അവർ ഇപ്പോൾ ഈ സംസാരിച്ചതിനകത്തൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ കൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വിഷയം നടക്കുമ്പോൾ അതിനകത്തുള്ള സത്യാവസ്ഥ പുറത്തു വരട്ടെ, അതുവരെ ആരും ബ്ലെയിം ചെയ്യേണ്ട എന്നുള്ളതാണ്. സത്യമാണ് ഇത്. ചേച്ചി പറയുന്ന കാര്യം വളരെ വളരെ സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇവിടെ പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് വേറെ ആരുമല്ല. അത് അൺഫോർച്ചുനേറ്റ്ലി അത് നീരജ അമ്മൂസ് തന്നെയാണ്. ഇപ്പം നീരജ സൈലൻ്റ് ആണ്. നീരജ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ നല്ല കാര്യം. ഞാനത് നീരജയുടെ കാര്യം, നീരജയെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ, നീരജ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നീരജയുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, ഈ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് നീരജയുടെ പല വോയിസുകൾ തന്ന ഒരുപാട് ആൾക്കാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ആൾക്കാർ, 2 ഭാഗവും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് മനസ്സിലാക്കിയത് ഈ ഒരു പൈസയുടെ കാര്യങ്ങൾ ഒരുപാട് പരിപാടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ പൈസ കൊടുത്തവർക്ക് പോലും തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇനി അതിനപ്പുറത്തേക്കും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ജോലി പോയതിനെ കുറിച്ച് ഞാനും എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞത് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. നന്നായി, ജോലി പോകണമായിരുന്നു എന്ന് ഞാനും പറഞ്ഞിട്ടില്ല. നീരജ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് ഞാൻ ആകെ പറഞ്ഞ കാര്യം ആ കുട്ടിയോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ, അതിന് മിസ്റ്റേക്ക് പറ്റി, അത് തന്നെ വന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു അത് ജസ്റ്റ് സ്റ്റോറി മാത്രം വിട്ടു. രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു ഞാൻ അത് സ്റ്റോറി മാത്രമല്ല, ഞാൻ അതിനകത്ത് മീഡിയേറ്ററായിട്ട് നിന്നു, എനിക്ക് 10 പൈസ കിട്ടാത്തതാണ് കാരണം ആ കുട്ടിയാണ് പറഞ്ഞത്. ഇതിനകത്ത് പല ബ്ലണ്ടേഴ്സും വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞത് ആ കുട്ടി തന്നെയാണ്. നിശബ്ദതയാണ് ഇപ്പോൾ ആ കുട്ടിക്ക് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അത് ബാക്കിയുള്ളതെല്ലാം തെളിയട്ടെ, കാലം തെളിയിക്കട്ടെ, അത്രയും മാത്രം ഞാൻ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ പറയുന്നുള്ളൂ. പലരും ചോദിക്കുന്നത് നീരജ അമ്മൂസ് വൈ നീരജ അമ്മൂസ് വൈ എന്നുള്ള സംഭവമല്ല. നീരജ അമ്മൂസ് ആണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു നിരന്തരമായിട്ട് ഈ ഒരു കോണ്ടന്റുകൾ കൊണ്ട് സ്പ്രെഡ് ചെയ്തത്. നിലവിൽ ഈ ഒരു UK വിഷയം ഇപ്പം ഈ നമ്മുടെ ലിൻഡു റോണി സംസാരിക്കുന്ന സമയത്തും നീരജയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചോദിക്കും നിങ്ങളെന്താ നീരജയെക്കുറിച്ച് പറയുന്നത്? ഈ ഒരു കോണ്ടെക്സ്റ്റ് അതങ്ങനെയാണ്, അതങ്ങനെ വരും. സോ അത് വരണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാതെ ഇരിക്കണമായിരുന്നു. എന്തായാലും ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നൊന്നുമില്ല. കാലം തെളിയിക്കട്ടെ, സത്യം തെളിയട്ടെ. അതാരാണോ കൾപ്രിറ്റുകൾ അവർ നിയമത്തിൻ്റെ മുമ്പിൽ നല്ല തക്കതായ മാതൃകാപരമായ ശിക്ഷ ലഭിക്കുകയും വേണം. ആൾക്കാരിനും പറ്റിക്കപ്പെടാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റാണ്, ഹലോ ചേച്ചി, ആ കുട്ടിയുടെ വോയിസ് നോട്ട്, ചാറ്റിങ് എല്ലാം തെളിവുകൾ തന്നെയല്ലേ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പിന്നെ ഒരാൾ UK വന്നാൽ ഒന്ന് സെറ്റിൽ ആകുവാൻ എത്ര ടൈം വേണമെന്ന് ആരെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്കറിയില്ലേ? ലോൺ എടുത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നത് ആ കുട്ടി കോഴ്സ് നിർത്തി കെയർ വിസ എടുത്ത് 2 വർഷം കൊണ്ട് ഇത്രയും സെറ്റപ്പായി, ഹൗ ഇറ്റ് പോസിബിൾ? പിന്നെ ആ കുട്ടിയുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ല, നോ മോർ സെൻറ്റിമെൻറ്റ്സ്, കയ്യിലിരിപ്പാണ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഒരാളുടെ കമൻറ്റ്. ഓക്കെ, ഇത് എൻ്റെ കമൻ്റ് അല്ല, അവിടെ കിടന്ന കമൻറ്റാണ്. ഇറ്റ്സ് പോസിബിൾ എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ? നമ്മളെല്ലാവരും ഈ നാട്ടിൽ തന്നെയാണ് സിസ്റ്റർ ജീവിക്കുന്നത്. ലക്ഷങ്ങൾ കടമുള്ള ഒരാൾ ഒറ്റയ്ക്ക് ഒരു കെയർ ജോലി ചെയ്ത് റൂം റെൻറ്റ്, കൗൺസിൽ ടാക്സ്, ഫുഡ്, കാർ ഇൻഷുറൻസ്, ഗ്യാസ്, എക്സെട്രാസ്, വാട്ടർ, അതർ എക്സ്പെൻസസ് എല്ലാം ഓൾറെഡി അയാളുടെ സോഷ്യൽ മീഡിയ ഇൻകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കിട്ടിയാലും കുറച്ചാലും കൂട്ടിയാലും കുറച്ചാലും കണക്കുകൾ യോജിക്കില്ല. സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കാരണം കൂടെ പറയാൻ ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. കുറേ അധികം ആൾക്കാർ നീരജ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. ഞാൻ പറയട്ടെ, നീരജ എന്നുള്ള വ്യക്തി മാത്രമല്ല ഇതിനകത്ത് സംസാരിക്കാൻ, അവർ മാത്രമല്ല ഇതിൻ്റെ മെയിൻ ഒരു കണ്ണി എന്ന് പറയുന്നത്. ഇവർ വൺ ഓഫ് ദ കണ്ണി, അത്രയേ ഉള്ളൂ. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് പെട്ടതോ അവരെ പെടുവിപ്പിച്ചതോ ഒക്കെ ആവാം. സത്യങ്ങൾ പുറത്തു വരട്ടെ, കാലം തെളിയിക്കട്ടെ. ഇനി നമ്മുടെ UK സംഭവം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് സംഭവം പോകുന്നത്, ഇനി ആരും പട്ടികപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സംഭവം എന്ന് വെച്ചാൽ അടുത്തൊരു സ്കാം നടക്കുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഒരു വമ്പൻ സ്കാം ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ടും വിസ സ്കാം നടക്കുന്നുണ്ട്. അത് ദയവായി ഇതുമായിട്ടുള്ള ആൾക്കാർ ഞാനൊരു വോയിസ് കൂടെ വയ്ക്കാം. അവിടെ ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വളരെ മാന്യനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഞാൻ ആ വോയിസ് കൂടെ പ്ലേ ചെയ്യാൻ കേട്ടോളൂ. ബ്രോ, ഇറ്റലിയിൽ ഇപ്പൊ നല്ല രീതിയിൽ സ്കാമുകൾ നടക്കുന്നുണ്ട്. UK കഴിഞ്ഞാൽ ഇനി അടുത്ത സ്കാമിൽ പെടാൻ പോകുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് ഇറ്റലി ആയിരിക്കും.
ഇവിടെ 2.5 ലക്ഷത്തിന്റെ വിസ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നാട്ടില് നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്തുനിന്നും പൈസകൾ മേടിക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഓപ്പൺ പേപ്പർ ഇറങ്ങുന്നുണ്ട്. ഓപ്പൺ പേപ്പർ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. 10 വർഷത്തില് ഞാൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ പേപ്പർ ആവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടിൽ നിന്ന് പേപ്പർ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പേപ്പർ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വിസ റെഡി, ഇറ്റലി വിസ റെഡി എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഈ വിസ റെഡി എന്ന് പറയുന്നത് വിസിറ്റിംഗ് വിസയാണ് അടിക്കുന്നത്. ഈ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അക്കോമഡേഷനിൽ നമുക്ക് നിൽക്കണം. അപ്പൊ ഈ അക്കോമഡേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു മാസത്തിൽ നമ്മുടെ വിസ തീരും. വിസ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അക്കോമഡേഷനിലെ ആൾക്കാർ എന്ത് പറയും, അവരുടെ അടുത്ത് നിൽക്കണമല്ലോ. അപ്പൊ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അസീലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ വയ്ക്കാൻ പറയും. അസീലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ അഗതികളാണ് എന്ന് പറഞ്ഞിട്ട് വയ്ക്കുന്ന ഒരു പേപ്പറാണ്. നമ്മുടെ പാസ്പോർട്ട് അടക്കം നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നാട്ടിൽ നിന്ന് എല്ലാവരും ഈ സ്കാം പറഞ്ഞിട്ടാണ് പകുതി ആൾക്കാരെ വിടുന്നത്. കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പേപ്പർ ആവും എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഈ അഗതികളായിട്ട് പറയുന്ന ഇതിന് നമ്മൾ കോടതിയിൽ പോകണം, അവിടെ കേസ് നടത്തണം. അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. 4-5 വർഷമായിട്ടും ഇപ്പോഴും അതിന്റെ ഓരോ സ്റ്റെപ്പുകളിൽ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന വിസകൾ. ഫ്ലൂസി എന്ന് പറഞ്ഞിട്ടൊരു വിസ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വിസകളും ഈ പറഞ്ഞ പോലെ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് പല ആൾക്കാരും ഈ വിസകൾ എടുക്കുന്നത്. അത് പിന്നെ കാശ് അങ്ങോട്ട് കൊടുത്താലും അത് കിട്ടുന്നതാന്ന് പറയാം. പക്ഷെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വിസ ഉണ്ട്, പെട്ടെന്ന് എല്ലാവരും വായോ. ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസർമാരെ കണ്ടായിരുന്നു മിലാനിൽ, ഇറ്റലിയിൽ തന്നെയുള്ള മിലാനിൽ ഉള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും, അതേപോലെ തന്നെ മിലാനിലുള്ള ഏതോ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയൊക്കെ ഇൻസ്റ്റയിൽ വന്നിട്ട് വെറുതെ പറയാണ്, ഇറ്റലിയിൽ 2.5 ലക്ഷം വിസ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ DM ചെയ്യാൻ. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം, ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിയിട്ടില്ല, സംഭവം വരാൻ പോകുന്നേ ഉള്ളൂ. അതോ ഇതിന്റെ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഉണ്ട്, മിനിസ്ട്രോ ദെൽ ഇന്റർനോ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ പറ്റി ഒന്നും കാണില്ല. അവര് ഈ സംഭവം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നാട്ടിൽ നിന്ന് ഇത് റെഡിയായി, നിങ്ങൾ പൈസ കൊടുത്തു തുടങ്ങിക്കോ, 1 ലക്ഷം രൂപ ഇട്ടോ 2 ലക്ഷം രൂപ ഇട്ടോ, അതല്ലെങ്കിൽ വിസ നമുക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ പൈസ മേടിച്ച് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അതിന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ പേജിന് റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരും ഇതുപോലെ വീഡിയോ ഇടുക. അതിൽ 2000 കമന്റ് ഒക്കെയാണ് കാണുന്നത്. DM ചെയ്യാൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് DM ചെയ്യുന്ന പറയുമ്പോൾ 2000 കമന്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇപ്പൊ നിലവിൽ നടക്കുന്നില്ല എന്നാണ്. അത് വരും ചിലപ്പോ ഈ ഇയർ അവസാനമാകുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിലോ അത് ഓപ്പൺ ആവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം സ്കാമുകളിൽ ആരും ഒന്ന് പെടാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലാംഗ്വേജ് ഇല്ല, ഇവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല, ഇറ്റാലിയൻ മാത്രമേ സംസാരിക്കുള്ളൂ. അത് ഇറ്റാലിയൻ സംസാരിക്കാനും അറിയില്ല. പിന്നെ ഇവിടെ ചാടി നിൽക്കുന്ന ഒരാളും ആവുമ്പോൾ ജോലി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 1 മാസം 2 മാസമൊക്കെ നമ്മൾ ഭക്ഷണം പോലും ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പൊ ഈ അവസ്ഥയിലൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് അവരോട് വിളിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരും ഈ വരുന്ന ആൾക്കാരുകള് ഒരു പാവം ആൾക്കാരുകളായിരിക്കും. ആ വരുന്ന ആൾക്കാരുകളെ മിരട്ടുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയാണെങ്കിലും ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ ആരും പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പോയി പെടാതിരിക്കുക. അവിടുത്തെ ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ, അവിടുത്തെ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാതെ, ഇംഗ്ലീഷോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് നിങ്ങൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇറ്റലിയിലകത്ത് നിങ്ങൾ ഈ UK കേസ് പറഞ്ഞ പോലെ അതിൻ്റെ അപ്പുറത്ത് ഉള്ള അനുഭവങ്ങൾ വരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇറ്റലിയിലേക്ക് പോകണമെങ്കിൽ ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്. അവിടെ എന്താണ് മിനിസ്റ്റേറോ ഡെൽ ഇൻഡേണോ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സംഭവം. ഇതിനകത്തേക്ക് പോയി നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിങ്ങൾ നോക്കുക.
എന്നിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ അങ്ങോട്ടേക്ക് കയറി പോകാനുള്ള സംഭവം ചെയ്യുക. ദയവായി ഇനി പണി കിട്ടിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യേണ്ട സാഹചര്യം വരാതിരിക്കട്ടെ. നിങ്ങൾ കഷ്ടപ്പെട്ട പൈസകൾ കൊണ്ട് കണ്ടവന്മാർക്ക് കൊണ്ട് കൊടുക്കാതിരിക്കട്ടെ. 2 ലക്ഷം രൂപയ്ക്ക് വിസ, 5 ലക്ഷം രൂപയ്ക്ക് വിട്ട ചാള, മത്തി, അയല എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് പോലെ ഇവിടെ വിസ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുകയാണ്. ദയവായി പറ്റിക്കപ്പെടാതിരിക്കുക. ഞാനിപ്പോഴും പറയുന്നു, ഒരു നീരജ അമ്മൂസോ ഒരു അമലോ ഒരു മറ്റേ ബ്ലസനോ ഇതൊന്നുമല്ല. ഇതൊരു വമ്പൻ റാക്കറ്റുകളാണ്, വൻ റാക്കറ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇപ്പോൾ ലിനാക്ക് എന്ന് പറയുന്ന ആ കമ്പനിയുടെ അത് ഒരുപാടുണ്ട്. ആ ലിനാക്ക് എന്നുള്ള കമ്പനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടായ്പിൻ്റെ അപ്പുറത്തുള്ള സംഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്തുള്ള കുറേ അധികം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ വരുന്ന വഴിക്കാണ്. ചാനൽ പൂട്ടിക്കാനുള്ളവർക്കും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അസ്വസ്ഥപ്പെടുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പരമാവധി ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് പൂട്ടാൻ വേണ്ടി ശ്രമിക്കാം. അത് പൂട്ടണോ വേണ്ടെന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ തീരുമാനിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം വരുന്ന വഴി കാണാം. പിന്നെ ചില സത്യങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കല്ലെറിയാൻ തോന്നുന്നവരുണ്ടെങ്കിൽ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കുക. അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആൾക്കാർ ദയവായി നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. ആർക്കും അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.